സാറ്? നിനക്കത് എന്റെ ക്യാമറയിലെ കാര്യം. അത് ഞാൻ ഇതുവഴി പോയപ്പോ കയറാൻ നിന്നു. സത്യം എന്താ വെച്ചാൽ മര്യാദക്ക് പറ. സാറിന് അവിടെ അശ്വതി, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഇപ്പൊ തന്നെ വരാം. അവരുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയാം. ഇപ്പൊ തന്നെ വരാം. ഓക്കെ സാർ. ഓക്കെ. പിന്നെ ഞാൻ എടുത്തോളാം. പൊന്നെ, ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്. അവളെ ഞാനൊന്ന് അയ്യോ, ദേ വരുന്നുണ്ടല്ലോ. ഞാൻ സോറി ഡി സാർ, ഇങ്ങനെ പെട്ടെന്ന് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് സാർ പറഞ്ഞോണ്ടാ. അവളുടെ ഒരു സോറി. ആ സ്റ്റാഫ് ഒന്നുമില്ലായിരുന്നു ഞാൻ പെട്ടേന്ന് ശരിക്കും പറഞ്ഞു. അയാളെന്നെ കൊന്നേനെ. സോറി. പെട്ടെന്ന് സാർ അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പോകാൻ പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ പുള്ളി പറയണല്ലേ ഞാൻ കേൾക്കണേ. എന്നോട് പിണക്കാണോ? ഇനി പിണങ്ങിയിട്ട് തന്നെ എന്ത് കാര്യം? ജെന്നി മാം ഈസ് ഹിയർ. ചെന്നി എന്താ ഇവിടെ? ഇനി അവളുടെ അടുത്ത് വരാൻ പറ. ഹലോ ഹണി. എന്താ പെട്ടെന്ന് ഓഫീസിലേക്ക് ഒരു വരവ്? ഇത് കൊള്ളാം. നീ തന്നെയല്ലേ എന്നെ ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു. അപ്പൊ ഇതിനാണ് അവളെ മൊബൈൽ എടുത്തത്. ആയുഷ്, എന്റെ സർപ്രൈസ് താ. ഐ എം റിയലി സോറി ജിനി. ഞാൻ അല്ലാത്ത സമയം നോക്കി ആരവന്റെ ഫോൺ എടുത്ത് നിനക്ക് മെസ്സേജ് ഇട്ടതാണ്, എന്നെ ചുമ്മാ കളിപ്പിക്കാൻ. ആൻഡ് യു നോ ഐ ഡോണ്ട് ലൈക്ക് യു ആൻഡ് യു ആർ നോട്ട് മൈ വൈഫ്. നോ ആയുഷ്, അങ്ങനെ വരില്ല. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഉറപ്പിച്ച് വെച്ച കല്യാണം. ആൻഡ് മേ ഐ കം ഇൻ? നോ, ഞാൻ അവന്റെ ഫിയാൻസിയാണ്. ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിനക്ക് കണ്ണു കണ്ടുകൂടി. ഇറങ്ങിപ്പോടി. സോറി മാം, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഐ ആം സോറി. നീ എന്തിനാ വന്നത്? എന്താന്ന് വെച്ചാൽ കാര്യം പറ. അത് ഈ ഡോക്യുമെന്റിൽ സാറിന്റെ ഒരു സൈൻ വേണമായിരുന്നു. യു ബീച്ച്, നിനക്ക് പറഞ്ഞാലേ മനസ്സിലാവില്ലേ? ഇറങ്ങി പോവാനല്ലേ നിന്റെ അടുത്ത് പറഞ്ഞേ? ജെന്നി, മൈൻഡ് യുവർ വേർഡ്സ്. ഇപ്പൊ ഞാനാണോ കുറ്റക്കാരി? താൻ ഇത്ര പൊക്കാൻ ഇവള് തന്നെ ആരാ? ഓഹ്, അവളെന്തായാലും ഒരു മുട്ടൻ പണി തന്നെ കൊടുത്ത്. ഇവിടെ ഒരു അടി ഉണ്ടാവുന്ന തോന്നണേ. She is my everything and she is my wife. വൈഫോ? പീറ പെണ്ണാണോ നിന്റെ വൈഫ്? ഹൈഷ്, സ്റ്റെപ്പ്. പീറ പെണ്ണൊക്കെ നിനക്കായിരിക്കും, പക്ഷെ ഇവളെന്റെ സൂൺ ടു ബി വൈഫാണ്. വെച്ച് എന്റെ ഭാര്യയാവാൻ പോകുന്ന ആള്. ഇത് നിനക്കിട്ട് തന്നൊരു പണിയാണെന്ന് ഓർത്തോ മിസ്സിസ് സാറ? സാറെന്ത് പണിയാ കാണിച്ചേ? ഞാൻ എന്റെ വീട്ടുകാരോടൊക്കെ എന്ത് പറയും? ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ തന്നെയല്ലേ, അപ്പൊ നിങ്ങൾ തന്നെ അനുഭവിച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനും നീ മിണ്ടാണ്ട് എന്നത് അനുഭവിക്കേണ്ട വരും. അവളുടെ മുമ്പിൽ ഞാൻ നിന്നെ വേണമെങ്കിൽ എന്ത് വേണേൽ ചെയ്തു വരും. ഞാൻ നിന്നെ ഡോക്യുമെന്റ്സ് അതിനിട്ടുണ്ട്, പൊക്കോ. എന്താടി, എന്ത് പറ്റി? അല്ലേലും ഇനി എന്ത് പറ്റാൻ? എല്ലാം നീ കാരണം. ഞാൻ എന്ത് ചെയ്തിട്ടാ? അല്ല, ശരിക്കും എന്താ സംഭവിച്ചേ? നീ ഒന്ന് കാര്യം വ്യക്തമായിട്ട് പറയൂ. അയാൾ ആ ചെന്നിയുടെ മുമ്പിൽ അയാളുടെ ഭാര്യയൊക്കെ തന്നെ. ഞാൻ എന്ത് ചെയ്യാനാ? ഭാര്യയോ? ഭാര്യ തന്നെ. ആ ജെന്നി വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവള് കുറെ അടി ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ വന്നെ കണ്ടിട്ട് പുള്ളി തന്നെ പിടിച്ച് പുള്ളിയുടെ ഭാര്യയ്ക്ക്. അങ്ങനെയല്ലേ? കാര്യം നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് പുള്ളിക്കിടെ പണി കൊടുക്കാടി. ആരാധ്യ, ഇനി നീ വല്ല പണി കുണിന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വന്നിടല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ ഒന്നും എൻ്റെ അടുത്ത് പറയണ്ട.
ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. നാളെയാ ഈ കമ്പനിയുടെ 17th ആനിവേഴ്സറി. ഓ, അപ്പൊ നാളെ അവധി കിട്ടൂലേ? നാളെങ്കിലും ഒന്ന് അവധി കിട്ടുമല്ലോ. അതൊന്നും ശരിയാവില്ല. ഒരു ബിഗ് പാർട്ടി തന്നെയായിരിക്കും അത്. അപ്പൊ നമ്മളെ എംപ്ലോയേഴ്സ് എല്ലാവരും വരും. പിന്നെ കുറേ ബിസിനസ്സുമാരൊക്കെ വരും, കുറേ ചേട്ടന്മാരൊക്കെ വരും. അപ്പൊ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരണം. ആ, അങ്ങനെ അതും പോയി കിട്ടി. ഇനി എന്നത്തെ കാലത്താണോ ഒരു അവധി കിട്ടുന്നത്? എനിക്ക് എപ്പോൾ ഈ കമ്പനിയിലേക്ക് തന്നെ വരാൻ തോന്നി. നീ അനുഭവിച്ചു. കൊള്ളാലോ, ഇന്ന് കാണാൻ എന്ത് ഭംഗിയാണ്. തന്നെ നല്ല സുന്ദരി കുട്ടീനെ പോലെ ഉണ്ട്, ഒരു ഡോള് പോലെ ഉണ്ട്. താങ്ക്സ്. സാറന്മാരൊന്നും വന്നില്ലേ? അവരൊക്കെ വന്നു, അവരുടെ ദിവസമല്ല ഇന്ന്. പിന്നെ അവർ നേരത്തെ വരാണ്ടിരിക്കും. പിന്നെ നിന്റെയും ഐസാറിൻ്റെയും സെയിം ഡ്രസ്സാണ്. അല്ല, സെയിം ഡ്രസ്സല്ല, സെയിം കളർ. നിങ്ങൾ കോഡടിച്ചിട്ടുണ്ടെന്നാണ്. അല്ല, ഇനി മുതൽ ഭാര്യയും ഭർത്താവൊക്കെ അല്ലേ, അപ്പോൾ കോഡൊക്കെ പറയണമെന്ന് ആർക്കറിയാം. നീ വാ, ഇവന്റ് തുടങ്ങാറേ. അല്ലെങ്കിൽ നീ വിഷയം മാറ്റി വിടാൻ നല്ല ആളാന്ന് എനിക്കറിയാം. ഇനി വാ, പോവാ. Ladies and gentlemen, I am the ambassador of Asia C Company and my name is Aish. So I think you all know me and I'm so happy today because today is our 17th anniversary and so many years passed away. Anyway, thank you for the people who supported me and okay, let's enjoy this party very well. So thank you. Cheers. നീയൊക്കെ ഇവിടെ നിപ്പണ്ടായിരുന്നു. നിനക്കൊരു വാണിംഗ് തരാനാ ഞാൻ വന്നേ. നീ ഒന്നും ഒരിക്കലും അവന്റെ ഭാര്യയാവാൻ പോകുന്നില്ല. നീ നോക്കിക്കോ. അതിന് നിന്നെ സാറിന് ഇഷ്ടമല്ലല്ലോ. സോ വൈ ആർ കെയറിങ് അബൌട്ട് ഹിം? ലവ് ഹിം. ഉണ്ട ആരാധി, ഇത് ഇവള് പറയുന്ന കേട്ടോ. ഇവക്ക് പ്രേമമാണ് പോലും, പ്രേമം. അതിനീട് ഞാൻ നോക്കി, ഇവക്ക് പ്രേമിക്കാൻ ഹേർട്ട് എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ. Can you give her this drink? I'm her bestie, so I'm surprising her. Of course, ma'am, I can give it. Ma'am, here your drink. ഞങ്ങൾ ഈ ബോട്ടിൽ ഓർഡർ ചെയ്തില്ലല്ലോ. എനിവേ, എല്ലാത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കാലോ. ചിയേഴ്സ്. ഒത്തിരി വേണ്ട കേട്ടോ. ഇതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ എപ്പോഴും കുടിക്കുന്നല്ലേ. ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. സാറാ, നീ എൻ്റെ കൂടെ വാ. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. വാ. എന്ത് സാധനം? LED സർപ്രൈസ് എന്ന് പറഞ്ഞേ. നീ ഇപ്പം എൻ്റെ കൂടെ വാ. സർപ്രൈസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ കിടക്ക്. ഇനി എന്റെ സർപ്രൈസ് അവിടെ തുറക്കുവാതല്. എന്നാൽ എന്റെ സർപ്രൈസ്. നീയോ? നിന്നാരും ഈ റൂമിൽ കൊണ്ടിട്ടെ? അല്ല, നീ എന്ത് ഇവിടെ? സത്യം പറയടി, നീ ചുമ്മാ അറിയതല്ലേ? അയ്യേ, നീയാണോ അവൾ പറഞ്ഞ സർപ്രൈസ്? എന്നെ അവളിവിടെ കൊണ്ട് പൂട്ടിയിട്ട് ഞാൻ നിന്നെ കണ്ടോണ്ടിരിക്കണ്ടേ? എനിക്ക് തന്റെ കുറ്റം കുറെ തന്റെ അടുത്ത് പറയാനുണ്ട്. താൻ എന്തോ എന്റെ അടുത്താണ് ചെയ്തത്. ഇപ്പൊ കുറ്റമൊന്നും പറയണ്ട. ഇപ്പൊ നീ താഴത്തേക്ക് പോവാൻ നോക്ക്. വാലോർക്ക്. എനിക്ക് പുറത്ത് പോണം. എനിക്ക് ചൂടെടുക്കുന്നു. ആ, ഡ്രസ് വരട്ടെ.
ഡ്രസ്സൊന്നും പറയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ പാലോർക്കാം. ഞാൻ പാലോർക്കാൻ നോക്കാൻ പോവാം. ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. നീ മാറിക്ക. ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കാണിച്ചേ. ഞാനെന്തിനാ അവളെ ആ Why are you here? പിന്നെ ഞാനിവിടെ അല്ലാണ്ട് എവിടെയാ പോണ്ടേ? പിന്നെ നിന്റെ റൂമിലുണ്ടാവുന്നോർത്ത് ഞാൻ സാറിനെ കൊണ്ട് നിന്റെ റൂമിൽ ആക്കിയായിരുന്നു. അവിടെ നിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ നിന്റെ റൂമിൽ കൊണ്ട് ആക്കി. പിന്നെ ഞാനതറിയാണ്ട് കുത്തിയിടും കൂടെ ചെയ്തു. സോറി. എന്ത് പണിയാ കാണിച്ചേ? ആ റൂമിലുള്ള ആവശ്യമാണുള്ളത്. എന്തായാലും വാ, അവന്റെ വായിക്കണ കേൾക്കണതിന് മുമ്പ് ചെല്ലാം. നീ ആ കീങ് തന്നെ. ഇതാ കീ. ആയുഷ്, അവളെന്ത്? നീ എന്ത് പണിയായിട്ടോ കാണിച്ചത്? അവളോട് കുളിച്ചു കൂത്തായിട്ട് കിടപ്പുന്നുണ്ട്. എനിക്കിതാ ഇവളുടെ അടുത്ത കുറെ സംസാരിക്കാനുള്ളത്. നീ അകത്തേക്കല്ല. അത് പിന്നെ ആയുഷ്, നമുക്ക് പിന്നെ സംസാരിക്കാം. എൻ്റെ അച്ഛനെ ഒരു മീറ്റിങ്ങിന് വിളിച്ചായിരുന്നു. ഞാൻ പോവാം. എടുത്ത് ആരാതെടുത്ത് കൊണ്ടുപോയിടാം. അവളെന്താന്ന് ചെയ്തോളൂ. വേണ്ട, ഞാൻ എടുത്തോളാം. ഞാൻ കൊണ്ടാക്കാം. എന്ന് നീ കൊണ്ടായിക്കോ, ഞാൻ താഴത്തേക്ക് പോവാം. ഇവക്ക് എന്താ പറ്റിയേ സാർ? ഇവക്ക് എന്താ പറ്റിയേ? ഞാൻ ഇവളെ കുറെ തപ്പി. അത് കള്ളു കുടിച്ച് പൂസായെന്ന് തോന്നുന്നു. എനിവേ, നിനക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ ഞാൻ കൊണ്ടായിക്കോളാം. നീ വീട്ടിൽ പൊക്കോ. ശരിയാ, ലേറ്റായി. ഞാനൊന്ന് ഇറങ്ങും. ഇവക്ക് തന്നെ പറ്റീനെ? അതവള് ഡ്രിങ്ക് ചെയ്തിട്ട് കൂടിപ്പോയതാ. പെണ്ണിനെ കൊണ്ട് ഈ പാതിരാത്രി വന്ന എന്താ നന്നായി മോനെ. നന്ദിയുണ്ട് മോനെ ഇവിടെ വരെ കൊണ്ടുവന്നേന്. ഞാൻ അവളുടെ ഫ്രണ്ടാ. അത് ഹെൽപ്പ് ചെയ്യാൻ തോന്നിയാൽ ഹെൽപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ പറ്റി അവള് പറഞ്ഞിട്ടില്ല. എന്തായാലും നന്ദിയുണ്ട് മോനെ. അത് ഞങ്ങള് കുറച്ച് ദിവസമായുള്ളൂ ഫ്രണ്ടായിട്ട്. എനിവേ, ഞാൻ പോവാ, എനിക്ക് സമയം. മോനെ പൊക്കോ. പിന്നെ പകലിങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ ശ്രദ്ധിച്ചാൽ മതി. ശരി. ഇപ്പം ഈ പെണ്ണിനെ കൊണ്ട് ഇവളൊന്നും പെണ്ണായിട്ട് ജനിക്കേണ്ടായിരുന്നില്ല, ആണായിട്ട് ജനിക്കേണ്ടായിരുന്നു. ചേട്ടാ, ഇവളൊന്നും ഒന്ന് എടുത്തേ. അയ്യോ അമ്മ, ഞാനിത് എവിടെയാ? അയ്യോ, ഇതിൻ്റെ വീടായിരുന്നോ? പ്രേതാലയം. നിന്നൊക്കെ വളർത്തുന്നതിന്, ഇന്നെപ്പോലത്തെ പ്രേതങ്ങളെ വളർത്തുന്ന പ്രേതാലയം ഇത്.